ചക്കക്കുരു കൊണ്ട് എന്തെല്ലാം വെറൈറ്റീസ് ഉണ്ടാക്കിയാലും ഈ 2 ഐറ്റംസ് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ അല്ലേ. അപ്പോൾ ചക്കക്കുരു വെച്ചിട്ട് നല്ലൊരു ഫ്രൈയും ചക്കക്കുരു വെച്ചിട്ട് നല്ലൊരു കറിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം കറി ഉണ്ടാക്കുമ്പോൾ റൗണ്ടിൽ കട്ട് ചെയ്യണം ചക്കക്കുരു, ചെമ്മീൻ, തക്കാളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുടംപുളി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും. ഈ ചക്കക്കുരു ഫ്രൈ ആക്കുന്നത് നീളത്തിൽ കട്ട് ചെയ്യും വേണം ചക്കക്കുരു കേട്ടോ. അതിലോട്ട് ഒരു ചെറിയൊരു വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വിനാഗിരി കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അത് വറ്റിച്ചെടുക്കുക കേട്ടോ. ചക്കക്കുരു വേവാൻ കുറച്ച് സമയം. ചക്കക്കുരു ഫ്രൈ നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചക്കക്കുരു ഒരിക്കലും കളയൂല, അത്രയും ടേസ്റ്റാട്ടോ. അപ്പോൾ നമ്മുടെ കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി അതിലോട്ട് അരപ്പ് ചേർക്കാനുണ്ട്. തേങ്ങ ചെരുവിയത്, 1 ടീസ്പൂൺ വലിയ ജീരകം, ചെറിയൊരു കഷ്ണം സവോള, എല്ലാം കൂടി കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. അതിനിടയ്ക്ക് നമ്മൾ കറിയിലെ ചക്കക്കുരു വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. ചെമ്മീന് പിന്നെ ഓൾറെഡി നന്നായിട്ട് വേവും. എന്നിട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് പിന്നെ അത് വരുന്ന സമയത്ത് ഓഫ് ചെയ്യണം കേട്ടോ, ഒരുപാട് തിളച്ച് മറിയരുത്. അപ്പോൾ അത് ഓഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ ചക്കക്കുരു അവിടെ വറ്റി വന്നിട്ടുണ്ട് ഫ്രൈ ആക്കാനുള്ളത്. ഇനി രണ്ടിലോട്ടും കൂടി വറവിട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിലോട്ട് ചെറിയ ഉള്ളി, കറിവേപ്പില മൂപ്പിച്ചെടുത്ത ശേഷം കുറച്ച് കറിയിലോട്ടും ബാക്കിയുള്ള പാനിലോട്ട് നമുക്ക് ചക്കക്കുരു വറ്റിച്ചും കൂടി ചേർത്തിട്ട് നല്ലോണം ഫ്രൈ ആക്കി എടുക്കുക. ചക്കക്കുരും ചെമ്മീനും കൂടിയുള്ള കറി പിന്നെ ഒരു കോമൺ റെസിപ്പി തന്നെയാണ്. പക്ഷേ ചക്കക്കുരു ഫ്രൈ ആക്കിയതുണ്ടല്ലോ, അതൊരു സംഭവം റെസിപ്പി തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ കുറച്ച് ചക്കക്കുരു ഉള്ളെങ്കിൽ പോലും നിങ്ങൾ വേഗം പോയി ഉണ്ടാക്കി നോക്കൂ, ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക്